പച്ചക്കറി കൃഷിയിൽ വിളവെടുപ്പ് നടത്തി യുവാക്കൾ മണ്ണൂർ തിരുനിലം പാടശേഖരത്ത് 5 ഏക്കറിലാണ് പച്ചക്കറി കൃഷി ചെയ്തത്. മണ്ണൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപം തിരുനിലം പാടശേഖരത്താണ് 5 ഏക്കറിൽ കൃഷി ചെയ്തത്. കണിവെള്ളരി, കുമ്പളം, കുക്കുംബർ, ചീര, കണിമത്തൻ, പയറ് എന്നിവയാണ് വിളവെടുത്തത്. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം കൃഷി ഓഫീസർ ഷിഹാബ് ബാബു നിർവഹിച്ചു. ക്ഷേത്രം സെക്രട്ടറി സത്യൻ വില്ലൂർക്കുടിയിൽ ഏറ്റുവാങ്ങി. നമ്മുടെ മഴവന്നൂർ കൃഷിഭവൻ പരിധിയിൽ ഈ തിരുനിലം പാടത്ത് നെൽകൃഷി വ്യാപകമായിട്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ്. നെൽകൃഷി ഹാർവസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത്ര വ്യാപകമായ രീതിയിൽ നമ്മൾ പച്ചക്കറി ചെയ്യുന്നത്. മത്തനുണ്ട്, വെള്ളരിക്കയുണ്ട്, ചീരയുണ്ട്, തണ്ണിമത്തനുണ്ട്. ഇപ്പോൾ ഇത് ഒരു കൂട്ടം നമ്മുടെ ചെറുപ്പക്കാരുടെയും അവരുടെ മാർഗദർശിയായ ഒരു ചേട്ടൻ്റെയും വിജയമാണ്. നമ്മുടെ ഉണ്ണിച്ചേട്ടനുണ്ട്, അനിലേട്ടനുണ്ട്, ജയരാജനുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂട്ടമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. നമ്മുടെ പുതിയ തലമുറയ്ക്കും കൂടി പ്രചോദനമാണ് ഈ കൃഷി. ഇപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മുടെ കുട്ടികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ അവർക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. കൃഷിഭവൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടും ഇവർക്കുണ്ടാവും. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സന്തോഷ് കുമാർ, സെന്റ് ജോർജ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ദീപ പോൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ വിളവെടുപ്പിൽ പങ്കാളികളായി. ഞങ്ങൾ സെൻറ്റ് ജോർജ് പബ്ലിക് സ്കൂളിൽ നിന്നാണ്. ടീച്ചേഴ്സും കുട്ടികളുമാണ് ഇവിടെ. തിരുനിലം പാടശേഖരം പച്ചക്കറി ഉത്സവമാണ്, കൊയ്ത്ത് ഉത്സവം കാണാൻ എത്തിയിരിക്കുന്നതാണ്. ഇവിടെ ഒത്തിരി പച്ചക്കറികളും ഒക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈയിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കുറേ നാളെത്തി ഇത്രയും ഏക്കറിൽ പച്ചക്കറി വിളവെടുപ്പ് കാണുന്നത്. ഇത് ഞങ്ങളുടെ ഒരു സുവർണ ഒരു അവസരമായിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതുപോലെ പച്ചക്കറി നടുകയും അതുപോലെ ഈ കാലയളവിൽ ഇതുപോലെയുള്ള ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ നല്ലൊരു അനുഭവമായിട്ട് എല്ലാവരും കരുതുക. ഇതെല്ലാവരിലേക്ക് എത്തിക്കുക. അതുപോലെ നമ്മളിതെല്ലാം വാങ്ങി ഇവരെ പ്രോത്സാഹിപ്പിക്കുക. ഇതിൻ്റെ ഓണർ അനിൽ കണ്ടോത്താണ്. എല്ലാവർക്കും കൂട്ടുകാരും ചേർന്ന് ചെയ്തിരിക്കുന്ന ഒരു കൃഷി സ്ഥലമാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു കൺഗ്രാജുലേഷൻ കൊടുത്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. നമസ്കാരം. സെൻറ്റ് ജോർജ് പബ്ലിക് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. അനിലും കൂട്ടുകാരും നടത്തുന്ന തിരുനിലം കൃഷിസ്ഥലം. അവിടെ ജൈവ പച്ചക്കറി കൃഷിയാണ് വിളവെടുപ്പ് നടത്തിയിരിക്കുന്നത്. അത് കാണാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. മുമ്പ് ഇതുപോലെ കൊയ്ത്തുത്സവം കാണാനും ടീച്ചേഴ്സും വിദ്യാർത്ഥികളും സെൻറ്റ് ജോർജ് പബ്ലിക് സ്കൂളിൽ നിന്ന് എത്തിയിരുന്നു. ഇവിടെ പലതരത്തിലുള്ള പച്ചക്കറികളാണ് കൃഷി ചെയ്തിരിക്കുന്നത് അനിലും കൂട്ടുകാരും. അതായത് ചീര, വെള്ളരി, അതേപോലെ തണ്ണിമത്തൻ, അങ്ങനെ പല തരത്തിലുള്ള പച്ചക്കറികൾ അനിലും കൂട്ടുകാരും കൃഷി ചെയ്തിരിക്കുന്നു. അപ്പോൾ അതെല്ലാം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് വിഷരഹിതമായ പച്ചക്കറി എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. അത് അദ്ദേഹം വിജയകരമായിട്ട് തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെയുള്ള വിളവെടുപ്പുകൾ നടത്തുക. ഞങ്ങൾ ഇതെല്ലാം കാണാനായിട്ട് ഇനിയും വരുന്നതായിരിക്കും. വളരെ ഭംഗിയുള്ള ഒരു ഹരിതാപമായ ഒരു തിരുനിലം കൃഷിസ്ഥലമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഇനിയും നന്നായിട്ട് വിളവെടുപ്പ് നടത്താൻ അദ്ദേഹത്തിനും കൂട്ടുകാർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. 2ാം തവണയാണ് ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. വിഷുച്ചന്ത ലക്ഷ്യമിട്ടാണ് ഇനിയും വിളവെടുക്കുന്നതെന്ന് അനിൽ കണ്ണോത്ത്, BSNL റിട്ടയർഡ് ജീവനക്കാരൻ ഉണ്ണികൃഷ്ണൻ, KSRTC ഡ്രൈവർ ജയരാജ് തോട്ടുമറം എന്നിവർ അറിയിച്ചു. നമ്മുടെ തിരുനിലം പാടത്ത് കണിവെള്ളരി, മത്തൻ, കുമ്പളം, കുക്കുംബർ, ചീര, പയറ് ഇത് ഞങ്ങൾ വിഷുവിനനുബന്ധിച്ച് കൃഷി ചെയ്യുന്നതാണ്. ഇപ്പോൾ 2 വർഷമായി ഞങ്ങൾ കൃഷി സ്ഥിരമായിട്ട് ചെയ്യുന്നു. ആവശ്യത്തിനുള്ള സാധനങ്ങൾ നല്ല വിളവെടുപ്പായിട്ട് ഞങ്ങൾ ഇത് ആഘോഷിക്കുകയാണ്. തിരുനിലം പാടശേഖരത്തിൽ ഞങ്ങൾ 3 പേര് കൂടിയിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഒന്ന് KSRTC ജീവനക്കാരനാണ്, ഒന്ന് BSNL റിട്ടയർഡായ ഉണ്ണിച്ചേട്ടനാണ് ഒരാൾ, ഒന്ന് എനിക്ക് ബിസിനസ്സാണ്, മണ്ണൂർ കല്യാണി കളക്ഷൻസ് എന്ന തുണിക്കടയാണ്. ഞങ്ങളിത് മാർക്കറ്റ് കണ്ടെത്തുന്നത് ഞങ്ങളുടെ ഷോപ്പിൽ തന്നെ വെച്ചിട്ടാണ് കൂടുതലും വിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും കൃഷി നഷ്ടത്തിലല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഈ സാധനം സെയിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ജൈവ പച്ചക്കറി മരുന്നൊന്നും അടിക്കാത്ത ഈ പച്ചക്കറി ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, വിഷരഹിതമായ പച്ചക്കറി എന്ന് തന്നെ ഞങ്ങൾക്ക് പറയാം. ആരോഗ്യത്തിന് ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ള ഒരു ഇത് തന്നെയാണ് ഞങ്ങൾക്കിവിടെ ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് കൃഷിയെ സംബന്ധിച്ചുള്ള ഏറ്റവും ദുർഘടമായ ഒരു കാര്യങ്ങൾ. കാരണം നമ്മൾ കടകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആർക്കും ഈ വിഷരഹിതമായ പച്ചക്കറി 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരത് വാങ്ങാൻ നിരുത്സാഹപ്പെടുത്തുന്നു. ആ ഒരു രീതിയിലേക്ക് വരുന്നത് കൊണ്ട് ഞങ്ങൾ തന്നെ ഇത് മാർക്കറ്റ് കണ്ടെത്തുകയാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു വിജയം. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഏകദേശം 7500 കിലോ വെള്ളിരിക്കയും 17000 കിലോ കുമ്പളങ്ങയും ഉണ്ടായിരുന്നു. മഴ ഞങ്ങൾക്ക് ഒരു അനുകൂലമല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് നല്ലൊരു വിളവെടുക്കാൻ സാധിച്ചു. ഞങ്ങൾ പറയുന്ന വരും തലമുറ ഇത് കണ്ട്
ഈ കൃഷിയിലേക്ക് ഇറങ്ങണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ക്യാൻസറും പോലുള്ള മാരാരോഗങ്ങൾ ജനങ്ങൾ പിടിപെടുന്ന സമയത്ത് വിഷരഹിതമായ പച്ചക്കറിക്ക് കൃഷിഭവൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ സ്കൂളിലെ നമ്മുടെ സെൻറ്റ് ജോർജ് സ്കൂളിലെ പ്രിൻസിപ്പൾ, ടീച്ചേഴ്സ്, കുട്ടികൾ എല്ലാവരും ഇന്ന് ഞങ്ങളുടെ കൃഷി സന്ദർശിക്കാൻ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വിളവെടുപ്പാണ്. വിഷുവിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ വിളവെടുപ്പ് ഉണ്ടാവും. അതിന് ഞങ്ങളിത് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഈ കാണുന്ന ഞങ്ങളുടെ വീഡിയോ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഈ സാധനം വാങ്ങി ഞങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളൂ. വിഷുവിന് 4 ദിവസം മുമ്പ് നമ്മളിത് വിളവെടുപ്പായിരിക്കും. ഏകദേശം 4-5 ഏക്കർ സ്ഥലമാണ് ഞങ്ങളിപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത്. കണിമത്തനുണ്ട്, തണ്ണിമത്തൻ കുറച്ചേ ചെയ്തിട്ടുള്ളൂ, പയറുണ്ട്, വെള്ളിരിയുണ്ട്, കുക്കുംബറുണ്ട്, കുമ്പളമുണ്ട്. ഇത്ര സാധനങ്ങളാണ് ഞങ്ങളിപ്പോൾ ഈ തവണ ചെയ്തിരിക്കുന്നത്. കൃഷി അന്യം നിന്നു പോകുന്ന ഈ കാലത്ത് കൃഷിയിലേക്ക് ഇറങ്ങി മാതൃകയായിരിക്കുകയാണ് ഈ യുവാക്കൾ. ന്യൂസ് ബ്യൂറോ, മണ്ണൂർ.